തിരുമാറാടിയുടെ തിരുനെറ്റിയിൽ ഒരു പൊൻതിലകം പോലെ, കർഷക മനസ്സ് വിളഞ്ഞു നിൽക്കുന്ന നെൽവയൽ പോലെ, അക്ഷരങ്ങളുടെ അക്ഷയകനി നിറച്ചുവെച്ചൊരു സർക്കാർ വിദ്യാലയം. തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർണ്ണമായും ജനങ്ങളുടെ വിദ്യാലയം. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്മയം തുറന്നു നൽകുന്ന കമ്പ്യൂട്ടർ ലാബ്, ശാസ്ത്ര കൗതുകത്തിന്റെ മിഴിച്ചെപ്പ് തുറക്കുന്ന ശാസ്ത്ര ലാബ്, സോളാർ വൈദ്യുതിയുടെ പൊൻവെളിച്ചം നുകർന്നു നൽകുന്ന സോളാർ സംവിധാനം, തൊഴിലഭിരുചികൾ വിളമ്പി നൽകുന്ന ക്രിയേറ്റീവ് കോർണർ എന്നിവ നമ്മുടെ വിദ്യാലയത്തിന് കരുത്തേകി പ്രവർത്തിച്ചു വരുന്നു. പ്രിൻസിപ്പൽ നൈജ ടീച്ചർ, ഹെഡ് മാസ്റ്റർ ഷക്കീർ സാർ എന്നിവർ സ്കൂളിന് ആകർഷകമായ നേതൃത്വം നൽകി വരുന്നു. പ്രവർത്തന മികവും ആത്മാർത്ഥതയും കൈമുതലായ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് നമ്മുടെ അനുഗ്രഹ കരങ്ങളാണ്. PTA പ്രസിഡന്റ് ശ്രീമതി ബബിത പ്രഭ, MPTA പ്രസിഡന്റ് ശ്രീമതി സംഗീത അഭിലാഷ്, SMC ചെയർമാൻ ശ്രീ TA രാജൻ, ഇവരുടെ നിസ്തുല പിന്തുണ പ്രശംസനീയമാണ്. LKG മുതൽ 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിലായി ഇവിടെ കുട്ടികൾ അധ്യയനം നടത്തി വരുന്നു. ജൂൺ 2 ഈ വർഷത്തെ പഠന പ്രവർത്തനങ്ങൾ സമാരംഭിച്ചു. സ്കൂൾ പ്രവേശനോത്സവം തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഒന്നൊരുക്കം എന്ന പരിപാടിയിലൂടെ കുരുന്നുകളുടെ പഠന മുന്നേറ്റത്തിനുള്ള വഴിവിളക്ക് തെളിഞ്ഞു. കുട്ടികൾ ആഘോഷപൂർവ്വം പരിപാടികളിൽ പങ്കെടുത്തു. പഠനത്തോടൊപ്പം തൊഴിലഭിരുചികളും കുട്ടികൾ വിളയിച്ചെടുക്കുന്നതിന് നമ്മുടെ വിദ്യാലയത്തിൽ ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ MM ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയ അധ്യാപിക ശ്രീമതി നിഖില S ടീച്ചർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രബല പാഠങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിന് ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. വായനാവാരത്തോടനുബന്ധിച്ച് അക്ഷരമരം കുട്ടികൾ തയ്യാറാക്കി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം എറണാകുളം മഹാരാജാസ് കോളേജ് മലയാളം വിഭാഗം അധ്യാപകൻ ശ്രീ നാവൂർ പരീദ് സാർ നിർവഹിച്ചു. വായനശാലയിലേക്കുള്ള പുസ്തക ശേഖരണം അക്ഷരപച്ച പരിപാടി നടന്നു. ജൂൺ 21 യോഗാ ദിനത്തിന്റെ ഭാഗമായി VHSC അധ്യാപകൻ രാജേഷ് KR സാർ നയിച്ച യോഗ ക്ലാസ് നടന്നു. ലോകത്താകമാനമുള്ള മനുഷ്യരെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിപത്താണ് ലഹരി. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ കുട്ടികളെ സജ്ജരാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. കുട്ടികളിൽ മാനസികോല്ലാസം വളർത്തുന്നതിന് ഉതകുന്ന സുംബ നൃത്ത പരിശീലനം ആരംഭിച്ചു. കുട്ടികൾ വായനാ വൈഭവം വികസിക്കുന്നതിനും അവരിലെ അഭിനയശേഷികൾ വളർത്തുന്നതിനും ഉതകുന്ന റീഡേഴ്സ് തിയേറ്റർ പരിപാടി ആരംഭിച്ചു.
ഈസ്റ്റ് മാറാടി HS മലയാളം അധ്യാപകനും വിദ്യാരംഗം സബ് ജില്ലാ കൺവീനറുമായ ശ്രീ PK അനിൽകുമാർ സാർ ഉദ്ഘാടനം ചെയ്തു. അന്നിമിഷം മുതൽ ഞാൻ അരങ്ങുമണിയറയും പുകഴും മട്ടാടാൻ അതിചതുരൻ. ഏതാ കവി, ഏതാ കവിത? അതൊന്നു കാണാൻ. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീർ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം നടന്നു. സ്കൂളിന് സ്വന്തമായി ഒരു ഡിജിറ്റൽ സ്കൂൾ പത്രം സ്കൂൾ വോയിസ് ആരംഭിച്ചു. ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങളുടെയും 10ാം ക്ലാസ്സിലെ IT പഠന പ്രവർത്തനങ്ങളുടെയും ഭാഗമായാണ് ഈ സംരംഭം ആരംഭിച്ചത്. വിവിധ ക്ലാസുകളിലെ പ്രക്രിയാബന്ധിതമായ പ്രവർത്തനങ്ങൾ കുട്ടികളിലെ പഠന നേട്ടങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ ഏതാനും പ്രവർത്തനങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ഡോക്യുമെന്ററി പ്രദർശനം, വിവരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി നിർവഹിച്ചു. ബഹുമാനപ്പെട്ട MLA അനൂപ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്തു. സ്കൂൾ സുരക്ഷാ ക്ലബിന്റെ പരിശീലന പരിപാടി അഗ്നിരക്ഷാ സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശ്രീ സുരേഷ് KG നിർവഹിച്ചു. കൺവീനർ അഞ്ജുഷ K നേതൃത്വം നൽകി. സ്കൂളിൽ ഉച്ചഭക്ഷണ പരിപാടിക്ക് പിന്തുണയേകും വിധത്തിൽ അടുക്കളത്തോട്ട നിർമ്മാണം നടത്തി. പരിപാലനം വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ജനാധിപത്യത്തിന്റെ മൂല്യവും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും തെരഞ്ഞെടുപ്പ് രീതിയും കുട്ടികളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചത്. അധ്യാപകരായ ബിൻസി അഗസ്റ്റിൻ, അഭിലാഷ് പത്തിൽ നേതൃത്വം നൽകി. തിരക്കേറിയ ഒരു പോളിംഗ് ദിനമാണിന്ന്. നമുക്ക് കണ്ടാലറിയാം, ഇന്ന് വളരെ നീണ്ട ഒരു പോളിംഗ്, ആളുകളുടെ നിര വളരെ നീണ്ടു നിൽക്കുകയാണ്. ഇന്ന് സ്കൂളിലെ സ്വാതന്ത്ര്യദിന പരിപാടി അധ്യാപകരുടെയും PTA-യുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്നു. ടീംസ് ക്ലബ്ബ് കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ക്ലാസ് നടത്തി. പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ അജയ് സാർ ക്ലാസ് നയിച്ചു. സമീകൃതവും ആരോഗ്യപ്രദവുമായ ഉച്ചഭക്ഷണം നൽകുന്ന വിധം ഉച്ചഭക്ഷണ പരിപാടി കാര്യക്ഷമമായ വിധം നടന്നുവരുന്നു. ഓണാഘോഷത്തിന്റെ എല്ലാവിധ സൗന്ദര്യവും ഒത്തിണങ്ങും വിധം പൊന്നോണ പൂനിലാവ് ഓണാഘോഷ പരിപാടി നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യ, ഓണക്കളികൾ, ഓണപ്പൂക്കളം തുടങ്ങിയ പരിപാടികൾ നടന്നു. യുവകേരളത്തിന്റെ കായിക കരുത്ത് വിളിച്ചോതുന്ന സ്കൂൾ കായികമേള വിപുലമായ തോതിൽ നടന്നു. സ്കൂൾ തല പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ നൽകി.
ശാസ്ത്രപ്രതിഭകളുടെ മികച്ച സംഭാവനകൾ ഉൾക്കൊള്ളുന്നതിനും ശാസ്ത്രബോധം ഉൾക്കൊണ്ടുകൊണ്ട് വളരുന്നതിനും കുട്ടികളെ സഹായിക്കുന്നതിനും മികച്ച രീതിയിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകൾ നടന്നു. വിജയികൾക്ക് സമ്മാനം നൽകി. കലയും സാഹിത്യവും കൈപിടിച്ച് അരങ്ങിൽ കയറിയ വർണ്ണാഭമായ സ്കൂൾ കലോത്സവം പുതുമയാർന്ന രീതിയിൽ നടത്തുന്നതിന് നമുക്ക് സാധിച്ചു. രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ മഹിമയും സാഹിത്യ കലാഭിരുചികളും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഹിന്ദി ദിനാഘോഷം നടന്നു. BPC സിനി KB ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി അധ്യാപിക രാജി RS നേതൃത്വം നൽകി. 9ാം ക്ലാസ്സിലെ കുട്ടികൾ അസംബ്ലി നടത്തി. പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ കലോത്സവം കിളിക്കൊഞ്ചൽ ആർഭാടപൂർവ്വം നടന്നു. പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കുന്ന കുരുന്നുകളുടെ വർണ്ണമേളം ആകർഷകമായിരുന്നു. ലഹരി വിരുദ്ധ പ്രതിമാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ ശ്രീ സാം സണ്ണി നയിച്ച പരിശീലന ക്ലാസ് നടത്തി. പ്രൈമറി വിഭാഗം കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫുഡ് ഫെസ്റ്റ് നടന്നു. രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കി നമ്മുടെ കുട്ടികൾ കയ്യടി നേടി. ഈ വർഷത്തെ ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള, IT മേള, സാമൂഹ്യശാസ്ത്രമേള എന്നിവയിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം നടത്തി. സാമൂഹ്യശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഗണിതമേളയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാതല മത്സരങ്ങളിൽ 10 കുട്ടികൾ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ IT മേളയിൽ നമ്മുടെ സ്കൂളിലെ ശ്രീൻ സാജു പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായ ഗണിതശാസ്ത്ര അധ്യാപകൻ വിനോദ് സാർ A ഗ്രേഡ് കരസ്ഥമാക്കി. ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികവുറ്റ പ്രകടനം നടത്തി. LP വിഭാഗം ഓവറോൾ നേട്ടം കൈവരിച്ചു. പാമ്പാക്കുട ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ സ്കൂളിന് ഇൻസിനറേറ്റർ സംഭാവന ചെയ്തു. HM, PTA ഭാരവാഹികൾ ഏറ്റുവാങ്ങി. പ്രൈമറി വിഭാഗം കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം നടന്നു. സ്പെഷ്യൽ അസംബ്ലി, വിവിധ പരിപാടികൾ, മത്സരങ്ങൾ ഇവ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ LP, UP, HS, VHSC വിഭാഗം പഠനയാത്ര ആഘോഷ പൊലിമയോടെ നടന്നു. HSS വിഭാഗം വട്ടവട, HS വിഭാഗം കുട്ടികൾ വയനാട്, ഊട്ടി, UP, LP വിഭാഗം കുട്ടികൾ തൃശൂർ, ചാവക്കാട്, വിജ്ഞാൻ സാഗർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി.
നാളെയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുട്ടികൾ. അവരുടെ സർഗാത്മകവും നിർമ്മാണാത്മകവുമായ പ്രവർത്തനങ്ങൾ ക്രിയേറ്റീവ് കോർണർ മുഖേന നടന്നുവരുന്നു. കേക്ക് നിർമ്മാണം കുട്ടികൾ ഏറ്റെടുത്ത ഒരു സവിശേഷ പ്രവർത്തനമായിരുന്നു. ലാളിത്യത്തിന്റെയും നന്മയുടെയും ഉദാത്ത മാനവികതയുടെയും ആഘോഷമായ ക്രിസ്മസ് നാം ഉത്സാഹപൂർവ്വം ഈ വർഷം നടത്തുകയുണ്ടായി. കേക്ക് വിതരണം, കരോൾ ഗാനം എന്നിവ നടന്നു. നാഷണൽ സർവീസ് സ്കീം നമ്മുടെ വിദ്യാലയത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്നു. ഓരോ മനസ്സിലും നന്മ വിതറുന്ന സേവന പദ്ധതികൾ നടത്തിവരുന്നു. ജിസ ജോർജ് ടീച്ചർ നേതൃത്വം നൽകി വരുന്നു. ഈ വർഷത്തെ NSS ക്യാമ്പ് GHSS അത്താനിക്കൽ മണ്ണത്തൂരിൽ വെച്ച് നടന്നു. തൊഴിൽപരമായ അഭിരുചികളും സംരംഭകത്വ സമീപനവും യുവതലമുറയിൽ വളർത്തുന്നതിന് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യത്തെ ബാച്ചിൽ തന്നെ ഏബൻ മോസസ്, ആൽവിൻ P. അജി എന്നീ 2 കുട്ടികൾ ജോബ് പ്ലേസ്മെന്റിൽ കരസ്ഥമാക്കി. സ്കൂളിന്റെ അഭിമാന നിമിഷങ്ങൾക്ക് നിറച്ചാർത്ത് പകർന്ന് SDC പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. ഓരോ കുട്ടിയും പരിഗണന അർഹിക്കുന്ന വിധം തികഞ്ഞ ശ്രദ്ധയോടെ നമ്മുടെ വിദ്യാലയം പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. LKG മുതൽ 9ാം ക്ലാസ് വരെ അഡ്മിഷൻ നടന്നു വരികയാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് മികച്ച കൈത്താങ്ങ് നൽകുവാൻ നമുക്ക് കഴിയുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നിരന്തര പിന്തുണയും പരിഗണനയും നൽകുന്നതിൽ അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. കരുതലിന്റെ കരങ്ങൾ ശക്തമാണ്, സ്നേഹസ്വരങ്ങൾ ഉറച്ചതാണ്. അതിനാൽ ഈ വിദ്യാലയം സ്നേഹവിദ്യാലയമായി മാറുന്നു. VHSE വിഭാഗത്തിൽ മാസ്റ്റർ ഗാർഡനർ, ഫ്ലോറികൾച്ചർ ബാച്ചുകൾ പ്രവർത്തിച്ചു വരുന്നു. SDC വിഭാഗത്തിലേക്ക് പുതിയ ബാച്ചിന്റെ പ്രവേശന പ്രവർത്തനങ്ങളും നടന്നുവരുന്ന വിവരം സ്നേഹപൂർവ്വം അറിയിക്കുന്നു.